ഹൗ ഡിഡ് യു ബർത്ത്ഡേ ഗോ ദിസ് ഇയർ? ഓക്കെ, ഈ വർഷത്തെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷത്തെ ബർത്ത്ഡേ തന്നെ ആയതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമുണ്ട്. ബട്ട് സ്റ്റിൽ തന്നെ ആണെങ്കിലും നമ്മൾ എങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പം ഈ നേരം വരെയൊക്കെ ഞാൻ മാനേജ് ചെയ്തല്ലോ. ഡ്രസ്സൊക്കെ മാറി വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ തന്നെ എൻ്റർടൈൻ ചെയ്യുക, അതെനിക്ക് മനസ്സിലായി. പിന്നെ ഈ ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, ജിസേട്ടൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടി കുറച്ച് സ്ക്രാച്ച് കാർഡ്സ് വാങ്ങിച്ചു വെച്ചായിരുന്നു. എനിക്ക് ഒരിക്കലും സർപ്രൈസ് തരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ജിസേട്ടൻ. എന്നിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കാർഡ്സ് എടുത്ത് വെച്ചു. ഞാനത് സ്ക്രാച്ച് ചെയ്തു. മറ്റേ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡില്ലേ, അതുപോലെ ഇവിടെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് പോകുന്നതിന് മുമ്പ് ഞാൻ സ്ക്രാച്ച് ചെയ്തു. അത് കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു. 16 പൗണ്ടിന് കോമഡി അതാണ്. 16 പൗണ്ടിന് സ്ക്രാച്ച് കാർഡ് വാങ്ങിച്ചു, 8 എണ്ണം അങ്ങാണ്ട്. എന്നിട്ട് 17 പൗണ്ട് കിട്ടി. അതിൽ ആകെ 2-3 എണ്ണം അങ്ങാണ്ടേ ജയിച്ചുള്ളൂ. ബാക്കിയെല്ലാം വെറുതെ പോയി. എന്നാലും കുഴപ്പമില്ല, നഷ്ടം വന്നില്ലെന്ന് പറയാം. പക്ഷെ അതാ ഒരു എന്താ പറയുക, ആ ഒരു പ്രോസസ്സാണ്. നമുക്കറിയില്ലല്ലോ അത് ഗിഫ്റ്റ് കിട്ടുമോ എന്നറിയില്ല. നമുക്ക് ഒരു സ്ക്രാച്ച് കാർഡ് നല്ല പരിപാടി കേട്ടോ. അപ്പോൾ സ്ക്രാച്ച് കാർഡ് വാങ്ങിച്ചു. എന്നിട്ട് അത് വെച്ച് നീ എന്ത് വേണേൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 പൗണ്ടിന് മിഠായി വാങ്ങിച്ചു. 10 പൗണ്ടിന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ 10 പൗണ്ടിന് മിഠായി വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ആ പൈസയ്ക്ക് ഞാൻ 10 പൗണ്ടിന് വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഡിസ്നി പ്ലസിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഓറൽ ബി അല്ലല്ലോ, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചു. നീ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കിങ്ങനെ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അങ്ങനെയാണ്. എന്തായാലും അതൊക്കെ ചെയ്തു. അത് എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ ആണെങ്കിൽ മാത്യൂസ് വന്നായിരുന്നു. മാത്യൂസ് 2 ദിവസം മുമ്പ് വന്നു. അവൻ വന്നിട്ട് എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തു. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ കുറേ ഫുഡ് കഴിച്ചു. സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ വീട്ടിലിരുന്ന് കുറേ സിനിമ കണ്ടു. അപ്പോൾ നല്ല ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന അശ്വതി എനിക്ക് ഗിഫ്റ്റ് തന്നു. ഇത് കണ്ടോ, ഇത് അശ്വതി തന്ന ഗിഫ്റ്റാണ്. നല്ല രസമില്ലേ? എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ്, സ്പോർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഇന്ന് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് പോവുമായിരുന്നു. ഇന്നത്തെ ബർത്ത്ഡേ ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് നന്നാക്കിയില്ലെങ്കിൽ അത് എനിക്ക് തന്നെയാണ് പ്രശ്നം വരിക. എനിക്ക് തന്നെ സങ്കടം വരും, ഞാൻ തന്നെ ഇമോഷണൽ ആവും. കാര്യം ഒരു കരച്ചിലൊക്കെ ഇന്നലെ രാത്രി കഴിഞ്ഞെങ്കിലും നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. സോ മൊത്തത്തിൽ നല്ല ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ബിരിയാണി, എനിക്ക് അശ്വതി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിച്ചു. സോ ഗുഡ്, ഭയങ്കര നല്ലതായിരുന്നു.